ആഴങ്ങളിൽ വീണ്ടും നടത്തിയ പരിശോധനകൾക്കൊടുവിൽ ആ ദൗത്യമതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് വരുന്നു. മൃതദേഹം, ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം പ്രേക്ഷകർക്ക് കാണാനാവും. അർജുൻ എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നു. അർജുൻ അപകടത്തിൽപ്പെട്ടു, ആ ക്യാബിനുള്ളിൽപ്പെട്ട് തന്നെ മരണപ്പെട്ടു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എൽദോ, ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എന്താ തോന്നുന്നത്? ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല. കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിരുന്നു. ശിരൂരിൽ അർജുനെ കണ്ടെത്തിയിരിക്കുകയാണ്. അവസാനം 71 ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ അർജുനെ കണ്ടെത്തി. ഈ ഒരു വാർത്ത നമ്മൾ കേട്ട സമയത്ത് പലപ്പോഴും പല ആളുകളും വെറുതെ കിട്ടി എന്നൊക്കെ നുണ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് അത് വളരെ സത്യസന്ധമായിട്ട് സംഭവിച്ചു എന്ന് തന്നെ പറയാം. ഒരുപാട് ഇതുമായി സംബന്ധിച്ചിടത്തോളം 71 ദിവസത്തെ പ്രയത്നമായിരുന്നു. പല സമയങ്ങളിലും ഇത് നിർത്തിപ്പോകുന്ന അവസ്ഥയിലേക്കൊക്കെ അവസാന ഘട്ടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ തിരച്ചിലുകൾ ഇനി നടക്കില്ല എന്നൊക്കെ. പക്ഷേ മനാഫ് ഇതിന് പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും. പിന്നെ അവസാന ദിവസം, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഡ്രഡ്ജർ എത്തിയത്. ഈ ഡ്രഡ്ജർ എത്തിയതിന് ശേഷം ഈ ഡ്രഡ്ജർ ഒരു പക്ഷേ നേരത്തെ എത്തിയിരുന്നെങ്കിൽ അർജുനെ രക്ഷിക്കാൻ പോലും കഴിയുമായിരുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ചില സുരക്ഷിതത്വത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ മനാഫിനെ പോലെയുള്ള സത്യസന്ധരായിട്ടുള്ള മുതലാളിമാർ പലപ്പോഴും തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട്. പക്ഷേ മനാഫ് വളരെ സത്യസന്ധമായിട്ട് ഇതിന് പിറകിലുണ്ടായിട്ട് പോലും മനാഫിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ സത്യം ഒരു ദിവസം പുലരും എന്നുള്ള വളരെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ തന്നെയായിരുന്നു, യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നു ഈ അർജുനെ കണ്ടെത്തൽ. ഏതായാലും അർജുനെ ആ ട്രക്കിൻ്റെ ഉള്ളിൽ ട്രക്ക് ആ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ഇത് കരയിലാണെന്നും പുഴയിലാണെന്നും പുഴയുടെ നടുവിലാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഗംഗാവലിപ്പുഴയുടെ ഏറ്റവും താഴെ അടിത്തട്ടിൽ തന്നെയായിരുന്നു ആ ട്രക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ഇതിനൊക്കെ പിറകിൽ ഒരുപാട് പ്രയത്നിച്ച, ഒരുപാട് നല്ല മനസ്സോടെ ക്ഷമയോടെ പലരുടെയും പഴി കേട്ടുകൊണ്ടൊക്കെ ഇതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന ഒരാളുണ്ട്. അതാണ് മനാഫ്. മനാഫിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ അർജുവിൻ്റെ ആ ചേതനയേറ്റ ശരീരമുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാം. ഏതായാലും അതൊക്കെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എന്താ തോന്നുന്നത്? ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല. കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിരുന്നു. ഓല് കാണട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ, ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ ചാനലുകാരുണ്ട്, ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് ഇവിടെയുണ്ട്. പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തിരച്ചിൽ നിർത്തിയൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങൾ അങ്ങനെ വൈകാരികമായി പോയിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത്. എത്ര ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി, പിന്തിരിയൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊടുക്കുക, പരിഹസിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോയി പോട്ടെ, പക്ഷെ എന്താ പറഞ്ഞാൽ മനസ്സ് മടുത്തോയാൽ പോവും.
അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കൊരു സമാധാനം തരുന്ന വാർത്തയല്ല, പക്ഷേ ആ ചോദ്യത്തിനൊരു ഉത്തരമായി അല്ലേ. ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക് ഓൻ്റെ ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഓർക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഓൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലുള്ള അല്ല എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി, അത്ര എനിക്ക് പറയുള്ളൂ. എന്തായാലും മനാഫ് ഉൾപ്പെടെ വളരെ വൈകാരികമായിട്ടാണ് ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. അതായത് ഒരു 2 മാസത്തിലേറെയുള്ള കാത്തിരിപ്പാണ്. അതിനെ നമ്മൾ തേടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം ലഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ. അതിനാണ് മുഖ്യ പരിഗണന. അതായത് മനാഫിന്റെ വാക്കുകൾ അങ്ങേയറ്റം ഹൃദയസ്പർശിയാണ്. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളുടെ ഒരു സുഹൃത്തെന്ന പോലെ മനാഫിനെ ഇപ്പോൾ മലയാളികൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഈ ശിരൂർ ദൗത്യം തുടങ്ങിയത് മുതൽ മനാഫും ജിതിനും നമ്മളുടെ ഈ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ എപ്പോഴുമുണ്ട്. എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ വൈകാരികമായ അവരുടെ ഒരു സമീപനം ഈ വിഷയത്തോടുള്ളൂ. ഇപ്പോൾ മനാഫ് പറയുന്ന ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? ഒട്ടും സന്തോഷമില്ല, പക്ഷേ സമാധാനമുള്ള ഒരു വിവരമാണ്. അതായത് എന്തു സംഭവിച്ചു അർജുന് എന്ന ചോദ്യത്തിന് കിട്ടുന്ന ഒരു ഉത്തരമാണ്. അത് നൽകുന്ന സമാധാനം ചെറുതല്ല. കാരണം അർജുൻ പോയി, പക്ഷേ അർജുൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ, കുട്ടി, പിന്നെ അർജുൻ്റെ മറ്റു ബന്ധുക്കൾ, അപ്പോൾ ഇവരൊക്കെ കാണാതായ ഒരാളെ തേടിയുള്ള അവരുടെ ജീവിതം അതങ്ങനെ ജീവിച്ചു തീർക്കണം അവർക്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടുകയാണ് എന്നത് മനാഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനാഫിനെ കുറ്റപ്പെടുത്തുന്ന ചില വീഡിയോകളൊക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടെ നമ്മൾ കണ്ടു. അതൊക്കെ പോട്ടെ. അയാളുടെ ഒരു പോരാട്ട വീര്യം, അയാളുടെ ഒരു പ്രയത്നം, കഠിനാധ്വാനം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ അത് കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാഹന ഉടമ എന്നതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിലെ ഒരു ആളെന്ന നിലയിൽ മനാഫ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് ഈ നിമിഷമെങ്കിലും നമ്മളത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്രയും ചില എന്താണ് ഈ ഏതായാലും മനാഫിൻ്റെ ക്ഷമ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്ന് തന്നെ പറയാതെ വയ്യ. പല മുതലാളിമാരും തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിസ്സാരമായി കാണുന്ന ഈ സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ മനാഫ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് എന്ന് വീണ്ടും ഇവിടെ തെളിയിക്കുകയാണ് നിലവിൽ. ഏതായാലും മനാഫിൻ്റെ ക്ഷമ തന്നെയായിരുന്നു. 71 ദിവസത്തോളം മനാഫ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അർജുവിനെ എന്ത് തന്നെ സംഭവിച്ചാലും വീട്ടിലെ അർജുവിൻ്റെ ആ ചേതനയറ്റ ശരീരമാണെങ്കിൽ പോലും എത്തിച്ചു നൽകും എന്നുള്ള ദൃഢപ്രതിജ്ഞ തന്നെയായിരുന്നു ഇതിൻ്റെ വിജയം എന്ന് തന്നെ നമ്മൾ പറയാം. കാരണം പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥയും സർക്കാർ പിൻവലിഞ്ഞു പോയ ചില സാഹചര്യങ്ങൾ, മനാഫിൻ്റെ ശക്തമായ ഇടപെടലുകളും മനാഫിൻ്റെ ഉറച്ച നിലപാടുകളൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ അന്വേഷണങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഇത് നിർത്തിവെക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അന്വേഷണങ്ങൾ യഥാസ്ഥിതിയിൽ മുന്നോട്ട് പോകാത്ത ഒരു പ്രശ്നം ഇവിടെ നമുക്ക് എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അന്വേഷണങ്ങൾ, ഈ ഡ്രഡ്ജർ എത്താൻ ഇത്രയൊക്കെ കാലതാമസം വന്നത് തന്നെ ഒരു വലിയ അനാസ്ഥയാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിരവധി വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം കേവലം ഒരു മനുഷ്യൻ്റെ ജീവനെ ഇത്തരം സാഹചര്യത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു അനാസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ വീണ്ടും ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച് ശിരൂരിലെ ആ ഒരു അവസാന ഘട്ടത്തിൽ ഈ എങ്ങനെയായിരുന്നു അർജുവിൻ്റെ അവസാനത്തിൽ എങ്ങനെയായിരുന്നു ആ ട്രക്കിൽ നിന്നും അടിത്തട്ടിൽ നിന്നും എടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചാനലിൽ വന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊന്ന് കാണാം. ലോറി പൊക്കി ഉയർത്തുകയാണ്.
CP2-ൽ നിന്നാണ്, പോയിന്റ് നമ്പർ 2-ൽ നിന്നാണ് മാർക്ക് ചെയ്ത 4 നമ്പറുകളിൽ 2ാമത്തെ പ്രധാനപ്പെട്ട സാധ്യതകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എങ്ങനെയാ ലോറി കരഭാഗത്തേക്ക് അടുപ്പിക്കും എന്ന ചോദ്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാവുന്നു, ലോറി കണ്ടെത്തുന്നു, അർജുൻ അതിലുണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പുവരുത്തുന്നു. ആ കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുന്നു. അർജുൻ ആ ദുരന്തത്തിൽപ്പെട്ട് എത്രയോ മീറ്ററോളം അപ്പുറേ കരഭാഗത്തുണ്ടായ ഒരു അപകടമാണ്. അതിനൊടുവിലാണിത് പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ആ ലോറി പതിക്കുന്ന അവസ്ഥയുണ്ടായത്. ഈ അപകടത്തിൻ്റെ, ഈ ദുരന്തത്തിൻ്റെ ആദ്യ നാളുകളെ വിവരിക്കുമ്പോൾ പലപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ അർജുനെ തേടിയായിരുന്നു ആദ്യഘട്ടത്തെ അന്വേഷണം. പക്ഷേ ആ അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അത് കരഭാഗത്തല്ല, മണ്ണിനടിയിൽ ആ വാഹനമില്ലെന്ന് കണ്ടെത്തുന്നു. ഒടുവിൽ അത് നദിയുടെ ആഴത്തിലുണ്ടോ, നദിയോട് ചേരുന്ന കരഭാഗത്തുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോയി. പക്ഷേ അപ്പോഴും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടുമാണ് പുഴയുടെ അടിത്തട്ടിലേക്ക് അന്വേഷണം നീളുന്നതും പുഴയുടെ അടിത്തട്ടിൽ ലോഹ സാന്നിധ്യം തിരിച്ചറിയുന്നതും. ആ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണം ഏറെക്കുറെ അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മടങ്ങേണ്ട സാഹചര്യമുണ്ടായത്. പ്രതികൂലമായ കാലാവസ്ഥ, ഗംഗാവലിയിലെ കുത്തൊഴുക്ക്, ഇങ്ങനെ പല തടസ്സങ്ങളുണ്ടായി. പക്ഷേ പിന്നോട്ട് പോയില്ല, എല്ലാവരും ഒന്നിച്ചു നിന്നു. ഒടുവിൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നു, ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ അവിടേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ വീണ്ടും നടത്തിയ പരിശോധനകൾക്കൊടുവിൽ ആ ദൗത്യമതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് വരുന്നു. മൃതദേഹം, ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം പ്രേക്ഷകർക്ക് കാണാനാവും. അർജുൻ എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നു. അർജുൻ അപകടത്തിൽപ്പെട്ടു, ആ ക്യാബിനുള്ളിൽപ്പെട്ട് തന്നെ മരണപ്പെട്ടു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എൽദോ, ഒട്ടും ആവേശത്തോടു കൂടിയല്ല, ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്ക് കാണാം അവിടെ അർജുന ക്യാബിനിൽ തലകീഴായി കിടക്കുന്ന ദൃശ്യങ്ങൾ. അർജുൻ്റെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ആ ക്യാബിൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അങ്ങേയറ്റം സങ്കടവും ദുഃഖവും ആ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും ഒടുവിൽ അർജുനെ കണ്ടെത്തി, അർജുൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു. അതിനെ തുടർന്നാണ് ഈ തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്കും എത്തിയത്. ഏറ്റവും ഒടുവിൽ ഗോവയിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ വഴി ആ ട്രക്ക് ഉയർത്തി. ആ ട്രക്കിനുള്ളിൽ തന്നെ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. തലകീഴായാണ് ട്രക്ക് അതിന്റെ ക്യാബിൻ ഉയർത്തിയത്. ആ ക്യാബിനിൽ അങ്ങനെ തലകീഴായി തന്നെ കിടക്കുന്ന, കാല് നിവർത്തി കിടക്കുന്ന അർജുനെ നമുക്ക് കാണാം. ഒരുപക്ഷെ അർജുൻ അവിടെ വിശ്രമിക്കുമ്പോഴായിരുന്നു ആ ഉരുൾപൊട്ടൽ, ആ മണ്ണിടിച്ചിൽ എന്ന് സംശയിക്കണം. ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് നേരെ പുഴയിലേക്ക് ആ ലോറി പതിച്ചു എന്നാണ് കരുതേണ്ടത്. എന്താണെങ്കിലും ആ ക്യാബിനിൽ അർജുൻ ഉണ്ടായിരുന്നു. ക്യാബിനിൽ നിന്നും എങ്ങും പോകുന്നില്ല. അർജുൻ്റെ തന്നെ എന്നുള്ള സ്ഥിരീകരണം വരട്ടെ എങ്കിൽ പോലും അർജുൻ സഞ്ചരിച്ച മനാഫിൻ്റെ ലോറി തന്നെയാണ് എന്നുള്ളതിൽ സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ പറയുകയാണ്. അത് നമ്മൾ കാത്തിരുന്ന നമ്മുടെ സ്വന്തം അർജുനാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ അല്പം അഴുകിയ നിലയിലാണ് ആ കാല് ഉൾപ്പെടെ, മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രകടമായി വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നു. അർജുൻ സഞ്ചരിച്ച ലോറി ഇപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക്, ഗംഗാവലി പുഴയുടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ്. ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ കൊണ്ടുള്ള ദൗത്യം ഏറ്റവും ഒടുവിൽ ഫലം കണ്ടു. ജൂലൈ 16 ആ ദുരന്തത്തിൽപ്പെട്ട് അർജുൻ ആ ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് വീണുവെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 25 അർജുൻ്റെ മൃതദേഹവും ആ ട്രക്കും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. 71 ദിവസങ്ങൾ പിന്നിട്ടു. 71ാം നാളിൽ അർജുനെ നമ്മൾ കണ്ടെത്തുകയാണ്. ഈ ദിവസം അർജുൻ്റെ കുടുംബത്തിന് ഒരുപക്ഷെ തൻ്റെ മകൻ്റെ, ഭർത്താവിൻ്റെ, സഹോദരൻ്റെയൊക്കെ വിയോഗം അത് അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതൊരു വലിയ വേദനയെ തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ആ കുടുംബത്തിൻ്റെ വേദനയിൽ, ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പക്ഷേ അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. അർജുൻ എവിടെയെന്ന് പോലും ഉത്തരമില്ലാത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും ഒടുവിൽ നമുക്ക് ഷിരൂരിൽ നിന്ന്, ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിക്കുകയാണ്. ആ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അർജുൻ. ഒരുപാട് നാൾ നീണ്ട പ്രയത്നം. നേരത്തെ TG സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ റോഡിന് വശങ്ങളിലായി കുന്ന് ഇടിഞ്ഞു വീണ സ്ഥലത്ത് മണ്ണിനടിയിൽ ദിവസങ്ങൾ നമ്മൾ പരിശോധന നടത്തി. ദിവസങ്ങൾ നീണ്ട ദൗത്യമായിരുന്നു. ഏതായാലും എത്രയൊക്കെ പരിശ്രമങ്ങൾ നടന്നാലും അർജുനെ കിട്ടി എന്നുള്ള വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പലരും പിറകോട്ട് വലിയുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ പലരും പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല എന്ന്
സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല ആളുകളും നമ്മളെ പ്രതീക്ഷകൾ കെടുത്തുന്ന സമയത്തും നമ്മളെ പ്രതീക്ഷകൾ ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷകൾ നമ്മൾ പലരും നിസ്സാരരായിട്ടും പലരും സംഭവിക്കില്ല, നടക്കില്ല എന്ന് മനാഫിനോട് പറഞ്ഞപ്പോഴൊക്കെ മനാഫിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അർജുൻ എന്നുള്ള ആ ഒരു മനുഷ്യന് അവനെൻ്റെ സഹോദരന് തുല്യമാണ്, അവൻ എൻ്റെ വെറും ഒരു തൊഴിലാളിയല്ല. ഞാൻ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കണം. എനിക്കൊരു പക്ഷേ പലരും എൻ്റെ കൂടെ ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല, പലരും എന്നെ പഴിചാരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇതിനൊക്കെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ചാനലുകൾക്കോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കോ എനിക്ക് പോലുമല്ല. ഇതിനൊക്കെ ഏറ്റവും വലിയ ക്രെഡിറ്റും അല്ല ഒരിക്കലും മനാഫ് ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായിട്ട് ചില സത്യങ്ങൾ തെളിയണം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനിയും ആ ഒരു പ്രതീക്ഷകൾ ഒരിക്കലും നമ്മൾ ചില പ്രതീക്ഷകളൊക്കെ ആ ചില ആളുകളുടെ കണ്ണീരിനുള്ള അവസാനങ്ങളാണ്. ഏതായാലും അർജുൻ്റെ കുടുംബത്തിനും ഫാമിലിയൊക്കെ ഇതൊരു വലിയ പ്രതീക്ഷയുടെ അവസാനം തന്നെയാണ്. ഏതായാലും ആ കുടുംബം ഒരുപാട് ആ കണ്ണീർ വാർത്തെങ്കിലും ആ ചേതനയറ്റ ശരീരമാണ് കിട്ടിയത് എങ്കിൽ പോലും നമുക്ക് ഇത്രയൊക്കെയെങ്കിലും മനാഫിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഏതായാലും നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് എപ്പോഴും മുറുകെ പിടിച്ച് ജീവിക്കുക. പലപ്പോഴും ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യരെ തമ്മിൽ തല്ലുകയും ആക്രമിക്കുകയും തെറ്റിദ്ധാരണകൾ പടർത്തുകയും ചെയ്യരുത് എന്നുകൂടെയാണ് ഞാൻ പറയാനുള്ളത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊടുക്കുക.